കൽക്കട്ട തീസിസ് മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വളരുകയല്ല ദുർബലപ്പെടുകയാണ് ചെയ്തതെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ, ആ നിലപാടുകൾ എത്രമാത്രം സ്വീകരിക്കാൻ സാധിച്ചു, എത്രമാത്രം അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു, പിന്നീട് ഇങ്ങോട്ട് വന്ന് ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതെല്ലാം ഇ.വി. ശ്രീധരൻ നേരത്തെ കണ്ട വ്യക്തിയായിരുന്നു. ഇ.വി. ശ്രീധരൻ ഒരു പച്ചയായ മനുഷ്യനായിരുന്നു. നമ്മളോടൊക്കെ എല്ലാ കാര്യവും തുറന്നു പറയും. നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കാര്യങ്ങൾ തുറന്നു പറയുന്ന വ്യക്തി. എന്നോട് തന്നെ ധാരാളം അവസരങ്ങളിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം എന്നോട് തന്നെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. കാരണം ആ വാക്കുകളിൽ ആത്മാർത്ഥതയുണ്ടായിരുന്നു, ആ കണ്ണുകളിൽ പ്രകാശമുണ്ടായിരുന്നു. എന്നോട് സംസാരിക്കുമ്പോൾ അത് മുഖംമൂടിയില്ലാതെ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. അങ്ങനെയുള്ള ആളുകളെ എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. ചില ആളുകൾ നമ്മളെ പുകഴ്ത്തി പറയുകയോ അല്ലെങ്കിൽ നമ്മളെ ഇല്ലാത്ത തോരണങ്ങൾ നമുക്ക് ചാർത്തുകയും ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമ്മളൊക്കെ സന്തോഷിക്കാം. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമ്മളെ വിമർശിക്കുന്നവരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇ.വി. പറയുന്ന പല കാര്യങ്ങളും എനിക്ക് വളരെ ആസ്വാദകരമായിരുന്നു. പലപ്പോഴും അതൊക്കെ ചൂണ്ടിക്കാണിക്കുമായിരുന്നു. നമ്മളൊക്കെ ചില ഭരണാധികാരികളായിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ചെയ്തികളും തെറ്റാണെങ്കിൽ നമ്മളോട് വിളിച്ച് പറയാൻ മടിയില്ലാത്ത ആളായിരുന്നു. അപ്പോൾ അത്രമാത്രം എഴുതാനുള്ള കഴിവ്, കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള കഴിവ് മാത്രമല്ല, തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കാനുള്ള ആർജവം, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളായിരുന്നു. ഇവിടെ ഡോക്ടർ വേണുഗോപാൽ വിശദമായി അത്തരം കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഇവിടെ നമ്മൾ ഈ അവാർഡ് നൽകുന്ന ശ്രീ ജി സുധാകരനാണ്. കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയ പരിശോധിച്ചാൽ ആദ്യത്തെ അന്ന് KSFൻ്റെ പ്രസിഡൻ്റായും ആദ്യത്തെ SFIയുടെ പ്രസിഡൻ്റായും, അതുമുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ കൈകളിൽ കറപുരളാതെ രാഷ്ട്രീയ രംഗത്ത് ഒരു മാതൃകയായി നിലകൊള്ളാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. ഞങ്ങൾ ഇപ്പം എടുത്ത നിലപാടിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രം പറയുന്നതല്ല. നിയമസഭയ്ക്കകത്തും ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും അഴിമതിരഹിതനായൊരു മന്ത്രി ഗവൺമെൻറ്റിലുണ്ടെങ്കിൽ ജി സുധാകരനാണെന്ന് ഞാൻ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം സ്വീകരിക്കുന്ന സമീപനങ്ങൾ തികഞ്ഞ ജനാധിപത്യ ബോധത്തോടെയായിരുന്നു. MLA-മാർക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ്. രാഷ്ട്രീയം നോക്കാതെ, ഭരണകക്ഷി പ്രതിപക്ഷം നോക്കാതെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഫണ്ടുകൾ ഒരുപോലെ വീതിച്ച് നൽകാൻ ഒരുപക്ഷെ കേരളത്തിൽ കഴിഞ്ഞ ഏക പൊതുമരാമത്ത് മന്ത്രിയാണ് ജി സുധാകരൻ എന്ന് അഭിമാനബോധത്തോടെ ഞാൻ പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. മാത്രമല്ല, പ്രദേശങ്ങൾ നോക്കി ഇപ്പോൾ പല ആളുകളും ജയിച്ച് പൊതുമരാമത്ത് മന്ത്രിയാണെങ്കിൽ അവരുടെ നാടിനെ മാത്രമേ നോക്കുകയുള്ളൂ. കേരളം മുഴുവൻ ഒരേ കണ്ണോടുകൂടി കാണാനും കേരളത്തിൻ്റെ മൊത്തം വികസനം ഉണ്ടാകേണ്ടതിൻ്റെ അനിവാര്യതയെപ്പറ്റിയുള്ള യഥാർത്ഥ ബോധത്തോടെ പ്രദേശ വ്യത്യാസമില്ലാതെ, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പൊതുമരാമത്ത് വകുപ്പെന്ന് പറയുന്ന വകുപ്പിനെ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയി. നമുക്കറിയാം, ഈ വകുപ്പ് വലിയ അപകടം പിടിച്ചൊരു വകുപ്പാണ്. പല അഴിമതികൾ ഉണ്ടായിട്ടുള്ള വകുപ്പാണ്. അതിനൊന്നും ഒരു ഇട കൊടുക്കാതെയും ഉദ്യോഗസ്ഥന്മാരെ ശാസിക്കേണ്ടത് ശാസിക്കുകയും നടപ്പാക്കുന്ന വർക്കുകളിൽ അപാകതയുണ്ടെങ്കിൽ ആ കോൺട്രാക്ടറെയും ഉദ്യോഗസ്ഥന്മാരെയും ഒരുപോലെ ശിക്ഷിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള പ്രത്യേകതകളുള്ള ഒരു മന്ത്രിയായിരുന്നു ശ്രീ ജി സുധാകരൻ. അത് വളരെ അപൂർവമാണ്. പ്രത്യേകിച്ച് ഈ പൊതുമരാമത്ത് വകുപ്പിൽ അതൊക്കെ വലിയ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ മുഖം നോക്കാതെ ആ കാര്യത്തിൽ നടപടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഒരേ കാലഘട്ടത്തിൽ, എന്നെക്കാളത്തെ അല്പം സീനിയറാണ്, എന്നാലും ഒരേ കാലഘട്ടത്തിൽ പ്രസംഗ മത്സരങ്ങൾക്ക് പോയിട്ടുണ്ട്. ഞങ്ങൾ ഒരേ സ്ഥലത്തുകാരായതുകൊണ്ട് പലപ്പോഴും പൊതുവേദികളിൽ ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. വ്യത്യസ്തമായ രാഷ്ട്രീയ, ഞാൻ കോൺഗ്രസ് ആണെങ്കിൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമുന്നതനായ നേതാവായിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ പരാജയപ്പെടുത്താനും അദ്ദേഹം എന്നെ പരാജയപ്പെടുത്താനും തെരഞ്ഞെടുപ്പുകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാം ഉണ്ടെങ്കിലും
അടിസ്ഥാനപരമായ സ്നേഹമെന്ന ഒരു വികാരം എപ്പോൾ അല്ലെങ്കിൽ സൗഹൃദം എന്നും കാത്തു സൂക്ഷിച്ചിട്ടുള്ളത് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു കുടുംബമാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ രക്തസാക്ഷിയായിട്ടുള്ളൊരു കുടുംബമാണ്. ഞാൻ നേരത്തെ ഒഞ്ചിയൻ രക്തസാക്ഷികളെ പറഞ്ഞതുപോലെ വിദ്യാർത്ഥി രംഗത്ത് എന്നും ഭുവനേശ്വരൻ്റെ കൊലപാതകം അല്ലെങ്കിൽ ഭുവനേശ്വരൻ്റെ രക്തസാക്ഷിത്വം മറക്കാൻ കഴിയുന്ന ഒന്നല്ല. ആ രക്തസാക്ഷിത്വത്തിൻ്റെ വേദന ഉറഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സുമായി കേരള രാഷ്ട്രീയത്തിൽ ആദർശശുദ്ധിയോടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞ വ്യക്തിത്വമാണ് ശ്രീ ജി സുധാകരൻ്റെ. അദ്ദേഹം എന്തുകൊണ്ട് ഈ നിലപാട് സ്വീകരിച്ചു? അദ്ദേഹത്തിനെതിരായി ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ വലിയ തോതിലുള്ള പ്രസംഗങ്ങൾ നടത്താറുണ്ട്. കേരളം എല്ലാം തോറ്റാലും അമ്പലപ്പുഴ ജയിക്കണം എന്നാണ് പാർട്ടി സെക്രട്ടറി പ്രസ്താവിച്ചത്. എന്തുകൊണ്ടതുണ്ടാകും? ഇതാരാ പറയുന്നത്? കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഒരു സെക്രട്ടറിയും തൻ്റെ ഭാര്യമാരെ സ്ഥാനാർത്ഥിയാക്കിയ ചരിത്രം കേരളത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിട്ടില്ല. ഭാര്യ എത്രമാത്രം സഖാവാണെങ്കിലും എത്ര പ്രവർത്തന പാരമ്പര്യമുണ്ടെങ്കിലും അങ്ങനെയൊരു സംഭവം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അഴീക്കോടൻ രാഘവനെ പോലെ സി എച്ച് കണാരൻ എന്നെ വലിയ ഇഷ്ടമായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും. ഞാൻ സുരേഷ് കുറുപ്പുമായി മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരാളോട് പറഞ്ഞയച്ചു, സുരേഷ് കുറുപ്പല്ല ജയിക്കേണ്ടത്, രമേശാണ് ജയിക്കേണ്ടത്. എന്നിട്ട് ഞാൻ വടകരയിൽ പോയപ്പോൾ വടകര വഴി പോയപ്പോൾ ഒരു ദിവസം ഞാൻ വീട്ടിൽ പോയി അവരെ കണ്ടു. അവരുടെ കുറേ നേരം ഞാൻ സംസാരിച്ചു. എന്നെ കണ്ടിട്ടുമില്ല, ഞാൻ അറിയത്തുമില്ല. അപ്പം ഞാനും സുരേഷ് കുറുപ്പുമായിട്ട് പാർലമെൻറ്റിൽ മത്സരിച്ചപ്പോൾ ഞാൻ ജയിക്കണമെന്ന് പറഞ്ഞ എനിക്കൊന്ന് കാണണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ പോയി കണ്ടതാണ്. അത്രയും EMSനെ പോലുള്ള മഹാരഥന്മാരിരുന്ന കസേരയിലാണ് ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി. വ്യക്തിപരമായി എനിക്ക് അദ്ദേഹത്തോടൊരു വിരോധമില്ല, പക്ഷെ പാർട്ടി അങ്ങനെ തീരുമാനം എടുക്കാൻ പാടില്ലായിരുന്നു.